ബൈനറി സൊല്യൂഷൻസ് ആയിട്ടുള്ള ലിക്വിഡ് സൊല്യൂഷൻസും സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസും എന്തൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ലിക്വിഡ് സൊല്യൂഷൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ്. ഓൺ ദ ബേസിസ് ഓഫ് റോൾസ് ലോ, ലിക്വിഡ് സൊല്യൂഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ലിക്വിഡ് സൊല്യൂഷൻസിനെ റോൾസ് ലോയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഐഡിയൽ സൊല്യൂഷൻസും നോൺ ഐഡിയൽ സൊല്യൂഷൻസും. ഏതൊക്കെയാണ്? ഐഡിയൽ സൊല്യൂഷൻസും നോൺ ഐഡിയൽ സൊല്യൂഷൻസും. ഇവയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് നോക്കാം. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഒരു ലിക്വിഡ് സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അത് ഏത് കോൺസെൻട്രേഷനിലായിരുന്നാലും അത് റോൾസ് ലോയെ ഒബേ ചെയ്യുന്നു എങ്കിൽ അത്തരം സൊല്യൂഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. അതായത് ദ സൊല്യൂഷൻ ദാറ്റ് ഒബേ റോൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. പ്രധാനമായും നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് ഐഡിയൽ സൊല്യൂഷനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്നാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ദ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഓഫ് ദ പ്യുവർ കമ്പോണൻറ്റ് ടു ഫോം എ സൊല്യൂഷൻ ഈസ് 0. എന്താണ് എൻതാൽപ്പി ഓഫ് മിക്സിംഗ്? രണ്ട് കമ്പോണൻസ് മിക്സ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ ഫോർ ആൻ ഐഡിയൽ സൊല്യൂഷൻ. അതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ഡെൽറ്റ എച്ച് മിക്സ് ഈസ് ഈക്വൽ ടു 0. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ വോളിയം ഓഫ് മിക്സിംഗ് ഈസ് ഓൾസോ 0. രണ്ട് കമ്പോണൻസിനെ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോളിയം, ദ സം ഓഫ് ദ വോളിയം മിക്സ് എന്തായിട്ട് കൺസിഡർ ചെയ്യണം? 0 ആയിട്ട് കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0. രണ്ട് കണ്ടീഷൻസ് ആണ് ഐഡിയൽ സൊല്യൂഷൻ ഉള്ളത്. ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0 ആൻഡ് ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0. ഇത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം? രണ്ട് കമ്പോണൻസിനെ മിക്സ് ചെയ്യുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ ഇവോൾവ് ചെയ്യുകയോ ചെയ്യപ്പെടുന്നില്ല. അത്തരത്തിലുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ വോളിയംസ് ഓഫ് ടു കമ്പോണൻസ്. രണ്ട് കമ്പോണൻറ്റുകൾ ആഡ് ചെയ്യുമ്പോഴുള്ള വോളിയത്തിന് ഈക്വലൻ്റ് ആണ് നമുക്ക് മിക്സ് ചെയ്തുണ്ടാക്കുന്ന സൊല്യൂഷൻ്റെ വോളിയം എങ്കിൽ നമുക്ക് എഴുതാം ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0 എന്ന്. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ പോലെ കൺസിഡർ ചെയ്യാം. ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം രണ്ട് കമ്പോണൻസ് വേണം, സൊല്യൂട്ടും സോൾവെൻറ്റും. ഇവിടെ നമുക്ക് സൊല്യൂട്ടിനെ എ എന്നും സോൾവെൻറ്റിനെ ബി എന്നും കൺസിഡർ ചെയ്യാം. എ ആയിട്ടുള്ള സൊല്യൂട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ട്? ദർ ആർ സോ മെനി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ എ മോളിക്യൂൾസ്, അല്ലേ? എ മോളിക്യൂൾസ് തമ്മിൽ ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉണ്ട്. എന്നാൽ രണ്ടാമത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള ബിയിലോ ദർ ആർ സോ മെനി അതർ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ബി ആൻഡ് ബി. ഇങ്ങനെ എയും ബിയും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു സൊല്യൂഷൻ കിട്ടുന്നു. നമുക്ക് പറയാം ഫോർ എ സൊല്യൂഷൻ ഓഫ് എ ആൻഡ് ബി ടു ബി ഐഡിയൽ ഓൺലി വെൻ എ ഇൻട്രാക്ഷൻ, ബി ഇൻട്രാക്ഷൻ ആൻഡ് എ ബി ഇൻട്രാക്ഷൻസ് ആർ നിയർലി ഈക്വൽ. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് കമ്പോണൻസ് ഉപയോഗിച്ച് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഐഡിയൽ എന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക? ഐഡിയൽ എന്ന് നമുക്ക് പറയാൻ പറ്റും എപ്പോഴാണെന്ന് വെച്ചാൽ എ ഇൻട്രാക്ഷനും ബി ഇൻട്രാക്ഷനും എ ബി ഇൻട്രാക്ഷനും നിയർലി ഈക്വൽ ആണെങ്കിൽ അത്തരം സൊല്യൂഷൻസിന് നമ്മൾ പറയുമെന്ത്? ഐഡിയൽ സൊല്യൂഷൻസ് എന്ന്. എന്നാൽ ഐഡിയൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടോ? ഇല്ല എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഒന്നും ഐഡിയൽ അല്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒന്നും ഐഡിയൽ അല്ല. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ എൻട്രോപ്പീസ് ഉണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവൊക്കെ എല്ലാത്തിനും ഉണ്ടാവും. എന്നാലും ചില മിക്സ്ചേഴ്സ്, ചില സൊല്യൂഷൻസ് നിയർലി ഐഡിയലായിട്ട് കണക്കാക്കാം. അവ ഏകദേശം ഐഡിയലിൻ്റെ സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നു. ഇത്തരത്തിലുള്ള സൊല്യൂഷൻസിനെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻസിന് എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. ഏതൊക്കെയാണവ? ഫോർ എക്സാമ്പിൾ നോർമൽ ഹെക്സൈൻ ആൻഡ് നോർമൽ ഹെപ്റ്റൈൻ ജോയിൻ ചെയ്തുണ്ടാകുന്ന സൊല്യൂഷൻ. ദ സൊല്യൂഷൻ ഓഫ് നോർമൽ ഹെക്സൈൻ ആൻഡ് നോർമൽ ഹെപ്റ്റൈൻ.
രണ്ടാമത്തേത് സൊല്യൂഷൻ ഓഫ് ബ്രോമോ ഈഥൈൻ ആൻഡ് ക്ലോറോ ഈഥൈൻ. മൂന്നാമത്തേത് സൊല്യൂഷൻ ഓഫ് ബെൻസീൻ ആൻഡ് ടോളുവിൻ. ഇവയെല്ലാം നിയർലി ഐഡിയൽ പോലെ കാണിക്കുന്നു, അല്ലെങ്കിൽ നിയർലി ഐഡിയലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സൊല്യൂഷൻ ദാറ്റ് ഒബേസ് റോൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. ഏത് കോൺസെൻട്രേഷനിൽ എടുത്തു കഴിഞ്ഞാലും അത് റോൾസ് ലോ ഒബേ ചെയ്യുന്ന ലിക്വിഡ് സൊല്യൂഷൻസ് ആയിരിക്കും. ഇനി രണ്ട് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഡെൽറ്റ എച്ച് മിക്സ്, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ എൻതാൽപ്പി മിക്സിംഗ് ഇറ്റ്സ് ഈക്വൽ ടു 0. ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0. വാട്ട് ഈസ് ഡെൽറ്റ വി മിക്സ്? ചേഞ്ച് ഇൻ വോളിയം വെൻ മിക്സിംഗ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി എപ്പോഴാണ് ഇത് ഐഡിയൽ ആകുന്നത്? രണ്ട് കമ്പോണൻസ് ആയിട്ടുള്ള എയും ബിയും ചേർന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാം എ ഇൻട്രാക്ഷൻ ഈസ് ഈക്വൽ ടു ബി ഇൻട്രാക്ഷൻ, ഇറ്റ് ഈസ് നിയർലി ഈക്വൽ ടു എ ബി ഇൻട്രാക്ഷൻ. ആ ഒരു കേസിൽ സൊല്യൂഷൻസിന് നമുക്ക് ഐഡിയലായിട്ട് കണക്കാക്കാം. എക്സാമ്പിൾസ് എല്ലാവരും ഓർത്ത് വയ്ക്കണം. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ദ സൊല്യൂഷൻ ഓഫ് നോർമൽ ഹെക്സേൻ ആൻഡ് നോർമൽ ഹെപ്റ്റെയിൻ, സൊല്യൂഷൻ ഓഫ് ബ്രോമോ ഈഥൈൻ ആൻഡ് ക്ലോറോ ഈഥൈൻ, and the solution of benzene and toluene etc. are nearly ideal. നമുക്ക് പറയാം ഇവ ഐഡിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തതായിട്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? ദ സൊല്യൂഷൻ ദാറ്റ് ഡസ് നോട്ട് ഒബേ റോൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. ഏതെങ്കിലുമൊക്കെ കോൺസെൻട്രേഷനിൽ എടുത്തു കഴിയുമ്പോൾ ഇതിനെ റോൾസ് ലോയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റോൾസ് ലോയെ ഒബേ ചെയ്യുന്നില്ല. അത്തരം സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഇവയെ അങ്ങനെ വിളിക്കാനുള്ള കാരണം? അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സൊല്യൂഷനുകളുടെ വേപ്പർ പ്രഷർ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ റോൾസ് ലോ പ്രകാരം പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഐഡിയൽ ബിഹേവിയറിൽ നിന്നും ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അത്തരം സൊല്യൂഷൻസിനെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ദ വേപ്പർ പ്രഷർ ഓഫ് സച്ച് സൊല്യൂഷൻ ഈസ് ഐദർ ഹയർ ഓർ ലോവർ ദാൻ ദ പ്രെഡിക്റ്റഡ് ബൈ റോൾസ് ലോ. റോൾസ് ലോ പ്രകാരം പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലാണ് നമ്മൾ മെഷർ ചെയ്യുമ്പോഴുള്ള വേപ്പർ പ്രഷറെങ്കിൽ അത്തരം സൊല്യൂഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. എന്നാൽ കുറവാണെങ്കിൽ നമ്മൾ പറയും നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. ഇഫ് ദ വേപ്പർ പ്രഷർ ഈസ് ഹയർ ദ സൊല്യൂഷൻ എക്സിബിറ്റ്സ് സച്ച് ടൈപ്പ് വി വിൽ കോൾ ഇറ്റ് ആസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. സിമിലർലി ഇഫ് ദ വേപ്പർ പ്രഷർ ഈസ് ലോവർ ദ സൊല്യൂഷൻ എക്സിബിറ്റ്സ് സച്ച് ടൈപ്പ് വി വിൽ കോൾ ഇറ്റ് ആസ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. ഓരോന്നിനെയും പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. ഇപ്പം എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് രണ്ട് തരത്തിലുണ്ട്. സൊല്യൂഷൻസ് ആർ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ, അതുപോലെ സൊല്യൂഷൻസ് ആർ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം റോൾസ് ലോ പ്രകാരം ഒരു സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ബൈനറി സൊല്യൂഷൻ്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഒരു ലീനിയർ ഗ്രാഫാണ് നമുക്ക് കിട്ടുക അല്ലേ? എന്നാൽ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയും നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയും വരുമ്പോൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന് നോക്കൂ. ഇവിടെ ഫസ്റ്റ് ഫിഗർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. മോൾ ഫ്രാക്ഷൻ വേഴ്സസ് വേപ്പർ പ്രഷർ. മോൾ ഫ്രാക്ഷനെയും വേപ്പർ പ്രഷറിനെയും പ്ലോട്ട് ചെയ്തിരിക്കുന്നു. മോൾ ഫ്രാക്ഷൻസ് തന്നെ രണ്ട് കമ്പോണൻസ് ഉള്ളതുകൊണ്ട് Chi1 എന്നും Chi2 എന്നും കൊടുത്തിരിക്കുന്നു. ഈ രണ്ട് മോൾ ഫ്രാക്ഷൻസും എക്സ് ആക്സിസിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസിൽ വേപ്പർ പ്രഷറും പ്ലോട്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് കാണാം ഈ ഡോട്ടഡ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റോൾസ് ലോ ഒബേ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഗ്രാഫ് എക്സ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ദിസ് സൊല്യൂഷൻ ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. റോൾസ് ലോയിനേക്കാളും വേപ്പർ പ്രഷർ, റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷറിനേക്കാളും കൂടിയ വേപ്പർ പ്രഷറാണ് ഈ സൊല്യൂഷൻസ് കാണിക്കുന്നത്. ഒന്ന് നോക്കൂ,
P1 എന്ന് പറയുന്ന വേപ്പർ പ്രഷർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന കർവാണ് ഇത്. സാധാരണ റോൾസ് ലോ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനാണ് ഇത്. അതിനേക്കാളും കൂടുതൽ വേപ്പർ പ്രഷറാണ് P1 എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം റോൾസ് ലോ പ്രഡിക്റ്റ് ചെയ്ത വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലാണ് എന്ത് P2 എന്ന് പറയുന്നത്, അതായത് സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്നുള്ളതും റോൾസ് ലോ പ്രഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആയി കാണുന്നു. ഇത്തരം സൊല്യൂഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ എന്ന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സൊല്യൂഷൻ്റെ ഗ്രാഫ് ഈ ഒരു രീതിയിലാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. വേപ്പർ പ്രഷർ റോൾസ് ലോ പ്രഡിക്റ്റ് ചെയ്ത വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും ഓരോ കമ്പോണൻറ്റിൻ്റെയും വേപ്പർ പ്രഷർ എന്ന് ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും കമ്പാരിറ്റീവ്ലി റോൾസ് ലോ പ്രഡിക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതലായിരിക്കും. എങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ എന്തായിരിക്കും? അതെ, നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന റോൾസ് ലോ പ്രഡിക്റ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും ഓരോ കമ്പോണൻറ്റിൻ്റെയും വേപ്പർ പ്രഷർ. നമുക്കൊന്ന് നോക്കാം. ഇവിടെയും മോൾ ഫ്രാക്ഷൻ ആൻഡ് വേപ്പർ പ്രഷർ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നു. ബ്ലൂ കളർ ഡോട്ടഡ് ലൈൻ സൂചിപ്പിച്ചിരിക്കുന്നത് റോൾസ് ലോ പ്രഡിക്റ്റ് ചെയ്ത വേപ്പർ പ്രഷറിനെയാണ്. എന്നാൽ റെഡ് ലൈൻ സൂചിപ്പിച്ചിരിക്കുന്നതോ നമ്മൾ ആക്ച്വലി മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വേപ്പർ പ്രഷർ. നമുക്ക് കാണാം P1 എന്നും P2 എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൊല്യൂഷനിലെ രണ്ട് കമ്പോണൻസ് 1 and 2ൻ്റെ വേപ്പർ പ്രഷറാണ്. എന്താണ് സൂചിപ്പിക്കുന്നത്? റോൾസ് ലോ പ്രഡിക്റ്റ് ചെയ്ത വേപ്പർ പ്രഷറിനേക്കാളും കുറവാണ് ഇവയുടെ വേപ്പർ പ്രഷർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സൊല്യൂഷൻസ് നമുക്ക് എന്ത് വിളിക്കാം? നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ എന്ന് പറയാം. അങ്ങനത്തെ സൊല്യൂഷൻസിൻ്റെ വേപ്പർ പ്രഷർ ഓഫ് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻസ് ഒന്ന് നോക്കൂ. ദ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഈസ് ഓൾസോ ലെസ് ദാൻ ദാറ്റ് ഈസ് പ്രഡിക്റ്റഡ് ബൈ റോൾസ് ലോ. റോൾസ് ലോ പ്രഡിക്റ്റ് ചെയ്തതിനേക്കാളും കുറവായിരിക്കും ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പ്ലോട്ട് റെപ്രസെൻറ്റ്സ് ദ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. ദ സെക്കൻഡ് വൺ ഈസ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? റോൾസ് ലോ പ്രഡിക്റ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷറിനേക്കാൾ കൂടുതൽ വേപ്പർ പ്രഷറുള്ള സൊല്യൂഷൻസ് നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ എന്ന് പറയും. എന്താണ് ഇത്തരത്തിലുള്ള കൂടുതൽ വേപ്പർ പ്രഷറിന് കാരണം? ഇൻ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ AB interactions are weaker than those between AA or BB interactions. ഒരു സൊല്യൂഷൻ ഫോം ചെയ്യാനുള്ള രണ്ട് കമ്പോണൻസിനെ A എന്നും B എന്നും എടുത്തു കഴിഞ്ഞാൽ AB ഇൻട്രാക്ഷൻസ് വീക്കർ ദാൻ AA or BB. അതാണ് പോസിറ്റീവ് ഡീവിയേഷനുള്ള കാരണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സൊല്യൂഷനുകളിൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് വീക്കർ ആയിരിക്കും ആസ് കമ്പയർഡ് ടു സൊല്യൂട്ട് മോളിക്യൂൾസ് ഓർ സോൾവെൻറ്റ് മോളിക്യൂൾസ്. ഒരു മിക്സർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് സൊല്യൂട്ടും സോൾവെൻറ്റും ആഡ് ചെയ്യുന്നു. അതിൽ ഏതൊക്കെ ടൈപ്പ് ഇൻട്രാക്ഷൻസ് ഉണ്ട്? സോൾവെൻറ്റ് മോളിക്യൂൾസ് തമ്മിൽ നല്ല ഇൻട്രാക്ഷൻ ഉണ്ട്. സൊല്യൂട്ട് മോളിക്യൂൾസ് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്. ഒരു സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സോൾവെൻറ്റ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ബ്രേക്ക് ചെയ്യുകയും ഇവ പുതിയൊരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ പുതിയൊരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷനിൽ സൊല്യൂഷനും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് ഇൻട്രാക്ഷനേക്കാളും അല്ലെങ്കിൽ സോൾവെൻറ്റ് ഇൻട്രാക്ഷനേക്കാളും കുറവാണ് എന്ന് നമുക്ക് പറയാം. ഇത്തരത്തിൽ ഇൻട്രാക്ഷൻ കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സൊല്യൂട്ട് മോളിക്യൂൾസോ സോൾവെൻറ്റ് മോളിക്യൂൾസോ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങും. ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യുമ്പോൾ അവ എന്തായി മാറും? വേപ്പറായി മാറും അല്ലേ? വേപ്പറായി മാറും. വേപ്പറായി മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? പ്രഷർ കൂടുമോ കുറയോ? പ്രഷർ കൂടും. അതുകൊണ്ട് തന്നെ AB ഇൻട്രാക്ഷൻ വീക്കർ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? If the AB interactions are weaker, such solutions are showing positive deviation from Rolle's law. എന്താണ് അതിന് കാരണം? AB interaction വീക്കർ ആവുമ്പോൾ
എ മോളിക്യൂളോ അല്ലെങ്കിൽ ബി മോളിക്യൂളോ വളരെ ഈസിയായി വേപ്പറായി മാറുന്നു. അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷർ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. 2 എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് അസറ്റോൺ. ഓർക്കണം, മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് അസറ്റോൺ. സെക്കൻഡ് എക്സാമ്പിൾ മിക്സ്ചർ ഓഫ് അസറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ്. ഈ 2 മിക്സ്ചേഴ്സും റോൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിന് എക്സാമ്പിൾസ് ആണ്. എന്താണ് ഇതിന് കാരണം? ഫസ്റ്റ് എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് അസറ്റോൺ. എത്തനോൾ എന്നതിന്, എത്തനോൾ നമുക്കറിയാം ഒരു ആൽക്കഹോളാണ് അല്ലേ? ആൽക്കഹോൾസ് തമ്മിൽ ഉള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ്? എത്തനോൾ മോളിക്യൂൾസ് തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഇരിക്കുന്ന എത്തനോളിലേക്ക് എക്സ്ട്രാ അസറ്റോണിനെ ആഡ് ചെയ്യുകയാണ്. അസറ്റോണിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എത്തനോളിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അസറ്റോൺ എത്തനോളിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് എത്തനോളും ബി എന്ന് പറയുന്നത് അസറ്റോണുമായി കൺസിഡർ ചെയ്താൽ എ ബി ഇൻട്രാക്ഷൻസ്, അതായത് എത്തനോൾ ആൻഡ് അസറ്റോൺ ഇൻട്രാക്ഷൻസ് ആർ വീക്കർ ദാൻ എത്തനോൾ ഇൻട്രാക്ഷൻ ഓർ അസറ്റോൺ ഇൻട്രാക്ഷൻ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ദ മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് അസറ്റോൺ എന്ന് പറയുന്നത് റോൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷന് അല്ലെങ്കിൽ ഒരു മിക്സ്ചറിന് എക്സാമ്പിളാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ, മിക്സ്ചർ ഓഫ് അസറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ്. അസറ്റോണിലേക്ക് കാർബൺ ഡൈസൾഫൈഡ് ആഡ് ചെയ്തുണ്ടാകുന്ന സൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അസറ്റോണും കാർബൺ ഡൈസൾഫൈഡും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അസറ്റോൺ മോളിക്യൂൾസും കാർബൺ ഡൈസൾഫൈഡ് മോളിക്യൂൾസും തമ്മിൽ ഇൻട്രാക്ഷനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ അസറ്റോണോ കാർബൺ ഡൈസൾഫൈഡോ വളരെ ഈസിയായി വേപ്പറായി മാറുന്നു. ഇത്തരത്തിൽ കൂടുതൽ വേപ്പേഴ്സ് ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ വേപ്പർ പ്രഷറും കൂടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സൊല്യൂഷൻസ് എല്ലാം എന്ത് കാണിക്കുന്നു? പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ കാണിക്കുന്നു എന്ന് ഉറപ്പിക്കാം. ഒരു ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ വേപ്പർ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്ത വേപ്പർ പ്രഷറിനേക്കാളും കുറവാണ് അവയുടെ വേപ്പർ പ്രഷർ എങ്കിൽ അത്തരം സൊല്യൂഷൻസിനെയാണ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ എന്ന് വിളിക്കുന്നത് അല്ലേ? എന്താണ് ഈ നെഗറ്റീവ് ഡീവിയേഷന് കാരണം? ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ, ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആർ വീക്കർ ദാൻ ദോസ് ബിറ്റ്വീൻ എ ബി. അതായത് 2 കമ്പോണൻസ് ആയിട്ടുള്ള എയും ബിയും മിക്സ് ചെയ്ത് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ എ ഇൻട്രാക്ഷനേക്കാളും ബി ഇൻട്രാക്ഷനേക്കാളും സ്ട്രോങ് ആണ് എ ബി ഇൻട്രാക്ഷൻ എങ്കിൽ അത്തരം സൊല്യൂഷൻസ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ കാണിക്കുന്നു എന്ന് നമുക്ക് പറയാം. എന്തായിരിക്കും അതിന് കാരണം? 2 കമ്പോണൻസ് ആയിട്ടുള്ള എയും ബിയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എ എന്ന് പറയുന്ന കമ്പോണൻറ്റിലെ മോളിക്യൂൾസ് തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും അല്ലേ? ബി എന്ന് പറയുന്ന മോളിക്യൂൾസ് തമ്മിലും ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. എന്നാൽ ഇവ രണ്ടും മിക്സ് ചെയ്യുമ്പോഴോ ഒരു എ ബി ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നു. എ ബി ഇൻട്രാക്ഷനാണ് കൂടുതലെങ്കിൽ അവയ്ക്ക് വേപ്പറായി മാറാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? എയും ബിയും നല്ല സ്ട്രോങ് ആയി ഇൻട്രാക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അവർക്ക് വേപ്പറായിട്ട് മാറാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മോളിക്യൂൾസ് മാത്രമാണ് അതിൽ നിന്നും വേപ്പറായിട്ട് മാറാൻ തുടങ്ങുകയുള്ളൂ. എന്നാലും അത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. വേപ്പറായി മാറാൻ സാധിച്ചില്ലെങ്കിൽ വേപ്പർ പ്രഷർ എന്ത് സംഭവിക്കും? വേപ്പർ പ്രഷർ കുറയും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ എസ്കേപ്പിംഗ് ടെൻഡൻസി ഓഫ് ദിസ് കമ്പോണൻസ് ഈസ് ലെസ് ഡ്യൂ ടു ദ സ്ട്രോങ് interacting forces or strong intermolecular forces between A and B. അതുകൊണ്ട് തന്നെ ഇവരുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്ത വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കുമെന്ന് കാണാം. ഓക്കെ, ഇനി എന്താണ് ഇവരുടെ കുറച്ച് എക്സാമ്പിൾസ് എന്താണ്? ആദ്യത്തെ എക്സാമ്പിൾ മിക്സ്ചർ ഓഫ് ഫീനോൾ ആൻഡ് അനിലീൻ. ഫീനോളും അനിലീനും തമ്മിൽ മിക്സ് ചെയ്യുന്നു. എന്താണ് ഫീനോൾ? ഫീനോൾ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. അവയുടെ കെമിക്കൽ ഫോർമുല C6H5OH ആണ്. അനിലീൻ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്, C6H5NH2. ഫീനോളിനെ ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഫീനോൾ മോളിക്യൂൾസ് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്. അനിലീൻ ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അനിലീൻ മോളിക്യൂൾസ് തമ്മിലും ഇൻട്രാക്ഷൻ ഉണ്ട്.
ഈ ഫീനോളിനെയും അനിലിനെയും നമ്മൾ മിക്സ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഫീനോളിലെ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഈ പ്രോട്ടോൺ അല്ലെങ്കിൽ ഹൈഡ്രജനും അനിലീനിലെ ഇലക്ട്രോ നെഗറ്റീവും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസുമുള്ള നൈട്രജനും തമ്മിൽ ഒരു പുതിയ ബോണ്ട് ഉണ്ടാക്കുന്നു. എന്താണ് ആ ബോണ്ടിൻ്റെ പേര്? ആ ബോണ്ടിനെ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കുന്നു. എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ്? ഇറ്റ് ഈസ് ദ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ഇലക്ട്രോപോസിറ്റീവ് ഹൈഡ്രജൻ ആൻഡ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ലൈക്ക് ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എക്സിട്ര. ഇവിടെ രണ്ട് വ്യത്യാസപ്പെട്ട രണ്ട് മോളിക്യൂൾസ് തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കുന്നു. ഇത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിലെ ഏതെങ്കിലും ഒരു മോളിക്യൂൾസിനെ എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ വേപ്പറായി മാറുന്നില്ല. വേപ്പറായി മാറിയില്ലെങ്കിൽ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം, ദ മിക്സ്ചർ ഓഫ് phenol and aniline is an example for the solution showing negative deviation from Rolle's law. രണ്ടാമത്തെ എക്സാമ്പിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. മിക്സ്ചർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. ക്ലോറോഫോം എന്ന് പറയുന്നതിൻ്റെ കെമിക്കൽ ഫോർമുല CsCl3. എന്താണ് ക്ലോറോഫോം? മണപ്പിച്ച് കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു കെമിക്കൽ ആണ് നമ്മുടെ ക്ലോറോഫോം. ഈ ക്ലോറോഫോമും അസറ്റോൺ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടും തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അസറ്റോണിൽ CO ഗ്രൂപ്പ് ഉണ്ട്, കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഓക്സിജൻ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അതുപോലെ ക്ലോറോഫോമിൻ്റെ കെമിക്കൽ ഫോർമുല CHCl3 ആണ്, അതിൽ ഹൈഡ്രജൻ ഇലക്ട്രോപോസിറ്റീവുമാണ്. ഇത്തരത്തിൽ ഇലക്ട്രോനെഗറ്റീവ് ഉള്ള ഒരു ഓക്സിജനും ഇലക്ട്രോപോസിറ്റീവ് ഉള്ള ഒരു ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ട്സ് മിക്സ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജനും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ആ ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇതും ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ്. ഇതിന് നമുക്ക് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് തന്നെ പറയാം. കാരണം രണ്ട് വ്യത്യസ്ത മോളിക്യൂൾസ് തമ്മിലാണ് ബോണ്ടിങ് ഉണ്ടാകുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് കണക്കാക്കാം. ഇത്തരത്തിൽ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിലോ അസറ്റോൺ മോളിക്യൂൾസിനോ അല്ലെങ്കിൽ ക്ലോറോഫോം മോളിക്യൂൾസിനോ എസ്കേപ്പ് ചെയ്ത് ഗ്യാസ് ആവാൻ പറ്റുമോ? ഇല്ല അല്ലേ? അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറാൻ പറ്റുമോ? ഇല്ല. വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറാൻ പറ്റാത്തത് കൊണ്ട് ഇറ്റ് ഈസ് ഹാവിങ് ലെസ് വേപ്പർ പ്രഷർ ദാൻ കമ്പയർഡ് ടു ദ പ്രെഡിക്റ്റഡ് വേപ്പർ പ്രഷർ ബൈ റോൾസ് ലോ. റോൾസ് ലോയുമായി കമ്പയർ ചെയ്യുമ്പോൾ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ മിക്സ്ചർ ഓഫ് ഫീനോൾ ആൻഡ് അനിലീൻ ആൻഡ് മിക്സ്ചർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ ആർ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. റോൾസ് ലോ എന്താണ്, പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ എന്താണ്, നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ എന്താണ്. നമുക്കൊന്ന് സമ്മറൈസ് ചെയ്താലോ? റോൾസ് ലോ എന്ന് പറയുമ്പോൾ മോൾ ഫ്രാക്ഷൻ, വേപ്പർ പ്രഷർ രണ്ടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ? എന്നാൽ ചില സൊല്യൂഷൻസിൻ്റെ വേപ്പർ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്ത വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലാണ് വേപ്പർ പ്രഷർ എങ്കിൽ അവയെ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ എന്ന് പറയുന്നു. എന്താണ് അതിന് കാരണം? അതിന് കാരണം AB ഇൻട്രാക്ഷൻസ് ആർ വീക്കർ ദാൻ AA ഇൻട്രാക്ഷൻ ഓർ BB ഇൻട്രാക്ഷൻ. എന്നാൽ ചില സൊല്യൂഷൻസിൻ്റെ വേപ്പർ പ്രഷർ മെഷർ ചെയ്യുമ്പോഴോ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്ത വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും അവരുടെ വേപ്പർ പ്രഷർ. അത്തരത്തിലുള്ള സൊല്യൂഷൻസിനെ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ എന്ന് നമുക്ക് പറയാം. എന്താണ് അതിന് കാരണം? AB ഇൻട്രാക്ഷൻസ് ആർ സ്ട്രോങ്ങർ ദാൻ AA ഇൻട്രാക്ഷൻ ഓർ BB ഇൻട്രാക്ഷൻ. പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻസ് ഫ്രം റോൾസ് ലോ എന്താണെന്ന് പഠിച്ചു. അവയെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. എപ്പോഴും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് കമ്പയർ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് എഴുതേണ്ടത്? ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളവിടെ സ്പെസിഫിക്കലി പറയേണ്ടത്? നമുക്കറിയാം പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ഇൻട്രാക്ഷൻസ് ആർ വീക്കർ ദാൻ AA ഓർ BB ഇൻട്രാക്ഷൻ. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടുള്ള എത്തനോൾ പ്ലസ് അസറ്റോൺ മിക്സ്ചർ, ദെൻ അസറ്റോൺ പ്ലസ് കാർബൺ ഡൈസൾഫൈഡ് മിക്സ്ചർ. നെഗറ്റീവ് ഡീവിയേഷനിലോ AB ഇൻട്രാക്ഷൻസ് ആർ സ്ട്രോങ്ങർ ദാൻ AA ഇൻട്രാക്ഷൻ ഓർ BB ഇൻട്രാക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം intermolecular attractive forces between AA and BB are weaker than
ദോസ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എ ബി. അതിൻ്റെ പ്രധാനപ്പെട്ട 2 എക്സാമ്പിൾസ് ആയിട്ട് പറയേണ്ടത് ഫീനോൾ പ്ലസ് അനിലീൻ, അതുപോലെ അസറ്റോൺ പ്ലസ് ക്ലോറോഫോം, അസറ്റോൺ പ്ലസ് ക്ലോറോഫോം. ഇത്രയും കാര്യങ്ങൾ ഓർത്തെടുക്കണം.